മെസ്സിയെയും അർജൻറ്റീന ടീമിനെയും 2025 കേരളത്തിൽ കൊണ്ടുവരും എന്ന് അന്നത്തെ കായിക മന്ത്രി അതോടൊപ്പം തന്നെ ആ കൊണ്ടുവരാനായിട്ട് തയ്യാറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡും പറഞ്ഞ പ്രഖ്യാപനങ്ങളൊന്നും നടന്നില്ല. ഇതിനെ സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഇപ്പം സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും അതുപോലെ ചാനലിലൊക്കെ നമ്മൾ കണ്ടു. ഇതിനകത്ത് നമ്മൾ ചില കാര്യങ്ങൾ നിയമപര കാര്യങ്ങളുടെ മനസ്സിലാക്കുന്നത് നല്ലത്. കാരണം 126 കോടി രൂപ അവർ അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷന് കൈമാറി എന്നാണ് പറയുന്നത്. അത് 136 കോടി ആണെന്നും പറയുന്നു. എന്തായാലും 126 കോടി രൂപ കൈമാറിയിട്ടുണ്ട്. അത് കേരള ഗവൺമെൻറ്റിൻ്റെ പണമല്ല. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൽ മെസ്സിയെയും അതുപോലെ തന്നെ അർജൻറ്റീന ഫുട്ബോൾ താരങ്ങളെയും എറണാകുളത്ത് കലൂർ സ്റ്റേഡിയത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഗവൺമെൻറ് ചില പ്രോട്ടോക്കോളുകൾ നോക്കേണ്ടതുണ്ട്. LDF ഗവൺമെൻറ് ആണ് അന്നത്തെ സമയത്ത് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തത്തിൽ ഒരു ടെൻഡർ ഉണ്ടാകണം. ആ ടെൻഡർ ഉണ്ടാകുന്നതിന് മുമ്പ് ചില കടമ്പകളിലൂടെ കടക്കാനുണ്ട്. കാരണം ഗവൺമെൻറ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ ഒരു ക്യാബിനറ്റ് ഡിസിഷൻ വേണം. കൂടാതെ ഒരു ക്ലിയറൻസ് ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടണ്ടേ. അതോടൊപ്പം തന്നെ ഫൈനാൻസിൻ്റെ ഒരു കൺകറൻറ്റ് വേണം. പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് മാത്രമേ ക്യാബിനറ്റിൽ വെച്ചത് പാസ്സാക്കാൻ കഴിയുള്ളൂ. കാരണം 126 കോടി അല്ലെങ്കിൽ 136 കോടിയുടെ പ്രശ്നമാണ്. അത് ആര് പണം മുടക്കിയാലും ശരി, ഗവൺമെൻറ് മുടക്കിയാലും വ്യക്തികൾ മുടക്കിയാലും ഓർഗനൈസേഷൻ മുടക്കിയാലും LDF ഗവൺമെൻറ്റിൻ്റെ നാമധേയത്തിലാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. അബ്ദുൽ റഹ്മാൻ അത് സ്പോർട്സ് മന്ത്രി അതേപ്പറ്റി പ്രസ്താവനകൾ നടത്തി. പക്ഷേ ഇതിനൊരു ഗവൺമെൻറ് ക്ലിയറൻസ് ഇല്ല, LDFൻ്റെ ഒരു ക്ലിയറൻസ് ഇല്ല, ക്യാബിനറ്റ് ഡിസിഷനും ഇല്ല. പിന്നെ ബാക്കിയുള്ള കാര്യം ആരാണ് പണം കൊടുത്തത്, അതിൻ്റെ സോഴ്സ് എവിടെ നിന്ന്, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു GST എവേഷൻ ഉണ്ടായി. 22 കോടി 68 ലക്ഷം രൂപ ഈ 126 കോടിക്ക് GST അടയ്ക്കണം. അതിനെ സംബന്ധിക്കുന്ന ആദ്യ അന്വേഷണം നടത്തിയത് അത് കോഴിക്കോട് അതുപോലെ തന്നെ കാസർഗോഡിലുള്ള GST അധികൃതരാണ്. അവരാണ് GST 22 കോടി 68 ലക്ഷം അടയ്ക്കേണ്ടതുണ്ട് എന്ന് കണ്ടുപിടിച്ചത്. പക്ഷേ ഇപ്പം ആ കണ്ടുപിടുത്തം ശരിയായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് GSTയുടെ ഡെപ്യൂട്ടി കമ്മീഷണർ C ബ്രിജേഷ് അന്വേഷിക്കുന്നത്. അതിലൊരു ടാക്സ് എവേഷൻ ഉണ്ടോ, അങ്ങനെയെങ്കിൽ ടാക്സ് എവേഷൻ ഉണ്ടെന്ന് രേഖപ്പെടുത്തിയ ആ ടാക്സ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർമാരെ ചോദ്യം ചെയ്യാനാണ് അദ്ദേഹം തയ്യാറാവുന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രസക്തമായ ചോദ്യം കിടപ്പുണ്ട്. വിദേശത്തേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പണം പോയെങ്കിൽ മാത്രമേ അതിലൊരു പ്രസക്തി കേരളത്തിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഈ പണം പോയിരിക്കുന്നത് കള്ളപ്പണമാണോ ഏത് പണമാട്ടെ, ബ്ലാക്ക് മണിയാ എന്തോ ആട്ടെ, അത് പോയിരിക്കുന്നത് വിദേശത്തു നിന്നാണെങ്കിൽ വിദേശത്തു നിന്ന് അടയ്ക്കുന്ന പണത്തിന് ഇന്ത്യയിൽ GST അടയ്ക്കണമോ? അത് ഇന്ത്യയിൽ ആ GST അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പം മാത്രമേ നമുക്ക് പ്രസക്തി വരുന്നുള്ളൂ. അപ്പോൾ വിദേശത്തു നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസ അതിപ്പോൾ അവിടെ ബ്ലോക്കായി കിടക്കുകയാണ്. അത് തിരിച്ചു പിടിക്കാൻ ആ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ അവരുടെ ഒരു പ്രസക്തമായ ചോദ്യം ഉണ്ടായിരുന്നു. ഇവിടെ നടക്കാത്ത ഒരു കളി അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ, അതിന് GST അടയ്ക്കണമോ, ടാക്സ് അടയ്ക്കണമോ? ആവശ്യമില്ല, വേണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ നടക്കാത്ത ഒരു കളിയാണ്, ഇവിടെ നടക്കാമെന്ന് ഉദ്ദേശിച്ചു വന്നതാണ്, പക്ഷേ ഇവിടെ നടന്നില്ല. അപ്പം GST അടയ്ക്കേണ്ട ആവശ്യമില്ല. വിദേശത്ത് നിന്ന് വയർ ട്രാൻസ്ഫർ ചെയ്തു
എന്നുകൂടെ വാർത്ത വരുന്നുണ്ട്. ഈ ഫോറിൻ എക്സ്ചേഞ്ച് വിദേശത്ത് നിന്നാണ് അയച്ചത്. വിദേശത്ത് നിന്ന് അയച്ചത് അത് ഇന്ത്യയിൽ പ്രവൃത്തി പദ്ധതി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്ക് GST ക്ലെയിം ചെയ്യാൻ ഒക്കുള്ളൂ. വിദേശത്തു നിന്നൊരു മലയാളി വേറൊരിടത്തോട്ട് എവിടെ ആയിക്കോട്ടെ അയച്ചാൽ അതിന് GST ഇമ്പോസ് ചെയ്യാൻ കേരളത്തിൽ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് പറ്റില്ല. ഇത് നിയമപരമായ കാര്യത്തിനാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പം വലിയ വാർത്തകളായിട്ട് ഇങ്ങനെ ഒന്നിനു പുറകെ വരുമ്പം അതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കാർ അവർക്കതിനകത്ത് യാതൊരു ഭയവും പേടിയില്ല. അത് പണം കെട്ടിവെച്ച് ഗവൺമെൻറ് പണമല്ല, ബ്ലാക്ക് മണിയോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അത് ഇന്ത്യയിൽ നിന്ന് കെട്ടിവെച്ചെങ്കിൽ മാത്രമേ അത് ഫേമയുടെ കാര്യത്തിലോട്ട് വരികയുള്ളൂ, ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വരികയുള്ളൂ. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ ബ്ലീക്കായിട്ടാണ് കാണുന്നത്. അതേസമയത്ത് വിദേശ രാജ്യത്ത് നിന്ന് ആ പണം അങ്ങോട്ട് പോയി അത് ഇന്ത്യയിലോട്ട് വന്നിട്ടില്ല. അത് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷനിൽ പോയി അത് തിരിച്ചു പിടിക്കാൻ അവർ പെനാൽറ്റി അടയ്ക്കുകയോ അടയ്ക്കാതിരിക്കട്ടെ. ഇന്ത്യയിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെയോ ഇവിടെ ഇന്ത്യക്കാരെങ്കിലും കളക്ട് ചെയ്തോ ആയ പണമല്ല പോയിരിക്കുന്നതെന്നാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ GSTയുടെ കാര്യം അത് പ്രസക്തമാകുന്നില്ല. ഇവിടെ ആ ഫംഗ്ഷൻ നടന്നില്ല, അപ്പോൾ GST അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ വിദേശത്ത് പോയ ആ പണം ആ കമ്പനിക്ക്, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് അവർ സംഘടിപ്പിച്ച പണമാണെങ്കിൽ ആ പണം അവർക്ക് തിരിച്ചു എടുക്കുന്നതിന് അവർ നടപടി തുടങ്ങും. അതിന് ഇന്ത്യൻ എംബസിയുടെ സഹായം സ്വീകരിച്ചാലും കുഴപ്പമില്ല. ഇന്ത്യൻ പൗരനാണ്, അവർ വിദേശത്ത് നിന്ന് അയച്ചതാണ്. ഇവിടുത്തെ ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിലും ആ മണി ഇന്ത്യയിലോട്ട് വന്നില്ലെങ്കിൽ, ഇന്ത്യയിലെ ഏതെങ്കിലും അക്കൗണ്ടിൽ കൂടെ പോയില്ലെങ്കിൽ ഇവിടെ നടപടി എടുക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്പം കേരള സർക്കാരിൻ്റെ അനുമതിയില്ലാതെ, ക്യാബിനറ്റ് ഡിസിഷൻ ഇല്ലാതെ, ലോ ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അനുമതി ഇല്ലാതെ ഇവിടുന്ന് ഒരു റെക്കമെൻഡേഷനും പോയിട്ടില്ല. LDF ഗവൺമെൻറ് സമയത്ത് പോയില്ല എന്നാണ് വരുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വളരെ കൂളായിട്ട് അതേപ്പറ്റി മറുപടി പറയുന്നത് കേട്ടപ്പോഴാണ്. അപ്പോൾ അതിന് ഗവൺമെൻറ് ഒരു ഇൻവോൾവ്മെൻറ്റ് അതിനകത്തില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായ വകുപ്പ് മന്ത്രി അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടു, ഇത് ശരിയാണ്. അദ്ദേഹം വിദേശത്ത് അവിടെ സ്പെയിൻ വരെ പോയി ഈ കാര്യമായിട്ട് സംസാരിക്കാനാണോ എന്ത് കാര്യത്തിനായിരുന്നു? ഒരു മന്ത്രി വിദേശത്ത് പോകുന്നത് നിയമ തടസ്സങ്ങളൊന്നുമില്ല, ഗവൺമെൻറ് മണി ഉപയോഗിച്ചിട്ട് പോകാം. ഒരു കാര്യം നടത്താനോ ഒരു കാര്യം ഇന്ത്യയിൽ വന്ന് മെസ്സിയെ കൊണ്ടുവരാനൊക്കെ ഉള്ള കാര്യത്തിനായിക്കോട്ടെ, അതിനൊക്കെ പോകുന്നതിന് അതിനൊരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാം, അത് തള്ളിക്കളയാൻ പറ്റില്ല, അദ്ദേഹത്തിൻ്റെ ഈടാക്കാൻ പറ്റില്ല. ഈ ഏകദേശം 22,68,00,000 ഉണ്ട്, അടയ്ക്കേണ്ടി വരും, അതിന് നോട്ടീസ് കൊടുത്തു എന്നൊക്കെ വാർത്ത വരുന്നത് അത് കോഴിക്കോട് മാനന്തവാടിയിലുള്ള GST ടാക്സ് എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റിക്കാരാണ്, അവരുടെ കണ്ടെത്തലാണ്. പക്ഷേ ഡെപ്യൂട്ടി കമ്മീഷണർ ബ്രിജേഷ് GST അടയ്ക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമായി ചോദിച്ചിട്ടുണ്ട്. അത് അവരുടെ ടാക്സ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർമാർ മറുപടി പറയണം. കാരണം ഇന്ത്യയിൽ നടക്കാത്ത ഒരു കളിയാണ്. അപ്പോൾ GST അടയ്ക്കേണ്ടി വരുമോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നിയമപരമായി ഈ പോരാട്ടം എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കുമ്പോഴാണ് നമുക്കിതുപോലെയുള്ള ചില സംശയങ്ങൾ കയറിയിറങ്ങി വരുന്നത്.